ഹായ് മക്കളെ, 2025 നീറ്റ് എക്സാം ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ MBBS ചെയ്തൊരു ഡോക്ടർ ആവുക എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. രണ്ട് തരം ആളുകളായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുക. ഒന്ന്, ഇപ്പോൾ ഈ ഒരു വർഷം 2025 +2 ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ആൾറെഡി നീറ്റിന് വേണ്ടി ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ രണ്ടുപേരോട് കൂടിയാണ് പറയാനുള്ളത്. ഏറ്റവും ആദ്യം +2 ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക നീറ്റ് എന്നുള്ളൊരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ബോർഡ് എക്സാമിൻ്റെ സമയം വരെ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ പോരെ, സമയം പിന്നെയും ഏകദേശം 1 മാസത്തോളം ബാക്കിയുണ്ടല്ലോ എന്നായിരിക്കും. പക്ഷേ അത് പോരാ. കാരണം നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. 2025 നീറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇപ്പോഴേ ആരംഭിക്കേണ്ടതുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസിയാണ്. കാരണം എന്താണെന്നറിയോ, +1ലും +2ലും ബോർഡ് എക്സാമിന് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് ആക്ച്വലി നീറ്റിനും വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സാർ പിന്നെ എന്തിനാണ് വേറൊരു പ്രിപ്പറേഷൻ, എന്തിനാണ് ഞങ്ങൾ ഇതിനൊപ്പം അതേപോലെ അങ്ങ് പഠിച്ചു പോയാൽ പോരെ? അത് പോരാ. കാരണം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ +1ൻ്റെയും +2ൻ്റെയും തിയറി ബേസ്ഡ് ആയ ചോദ്യങ്ങളാണെങ്കിലും ആ ചോദിക്കുന്ന രീതി നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു MCQ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞ തിയറി ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അതിനൊപ്പം നമുക്ക് MCQs പരിചയപ്പെടാൻ പറ്റും. ദെൻ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ എഴുതുകയും ചെയ്യാം. ഈ രീതിയിലുള്ള പ്രിപ്പറേഷനാണ് +2 ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം 2025 നീറ്റിന് വേണ്ടി നമ്മൾ ഇന്ന് നടത്തേണ്ടത്. അതേസമയം നമ്മളിപ്പോൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ആൾറെഡി തിയറിയൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ്റെ സമയമാണ്. റിവിഷനാണ് ആക്ച്വലി നിങ്ങളുടെ സ്കോർ തീരുമാനിക്കുന്നത് 2025 നീറ്റിൽ. കാരണം നീറ്റ് എന്ന് പറയുന്ന വളരെ കോമ്പറ്റീറ്റീവ് ഒരു പരീക്ഷയിൽ റിവിഷൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. സോ മക്കളെ, ഇനിയുള്ളൊരു സമയം നിങ്ങളുടെ റിവിഷൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് മാക്സിമം നമ്പർ ഓഫ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയായിരിക്കണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്നാലാണ് 2025 നീറ്റ് എഴുതാൻ വേണ്ടി നിങ്ങൾ മെയ് മാസത്തിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടെൻഷനും പേടിയും സ്ട്രെസ്സും ഒക്കെ ഇല്ലാതാവുള്ളൂ. ടൈം മാനേജ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഉതകുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച ഒരു റിവിഷൻ സ്ട്രാറ്റജിയുമായിട്ടാണ് സൈലത്തിൻ്റെ XPL 3.0 നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കാൻ പോവാണ്, നിങ്ങൾക്കറിയാം. സോ XPL 3.0യുടെ സ്പെഷ്യാലിറ്റികൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, DPPകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത DPPകളുണ്ട്, മാക്സിമം മോക്ക് ടെസ്റ്റുകളുണ്ട്. അതിനെല്ലാം പുറമെ കേരളത്തിലെ മുഴുവൻ നീറ്റ് ആസ്പിരൻസും പങ്കെടുക്കുന്ന കോമ്പീറ്റ് ചെയ്യുന്ന GIBകളുണ്ട്. ഇതിലെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. എന്നിട്ട് 2025 നീറ്റ് എക്സാം നമ്മൾ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യും. സോ XPL ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. 2025 നീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഓൾ ദി ബെസ്റ്റ്.